ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ പാലെടുക്കാൻ പോവുകയാണ്. കുട്ടിയച്ഛൻ അവിടെ മതിലിൻ്റെ മുകളിൽ പാൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ട് വരികയാണ്. സ്വത്തും ഭാവി എണിച്ചിട്ടില്ല കേട്ടോ. അച്ചുട്ടി നല്ല വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ്. ഇന്ന് അച്ചുട്ടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലാസ്. സ്കൂൾ തുറക്കണുള്ളൂ. സ്വത്തൂനും വാവയ്ക്കും ഇന്ന് സ്കൂൾ തുറക്കണില്ല. അച്ചുട്ടി എൻ്റെ മൂത്ത മോളാണ്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്വത്തും വാവി അവളുടെ താഴെയുള്ള കുട്ടികളാണ്, ട്വിൻസാണ്. അവർ 2ാം ക്ലാസ്സിലാണ്. അവർക്ക് വ്യാഴാഴ്ചയെ തുറക്കുള്ളൂ കേട്ടോ. അവരുടെ സ്കൂളിൽ എന്തൊക്കെയാണ് പണി നടക്കുന്നത് കാരണം. അപ്പം ഇന്ന് രാവിലെ ഞാൻ ചായക്ക് ദോശയും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ കടല വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല വേവിക്കാൻ വെച്ചു. പിന്നെ ദോശയും രാവിലെ അപ്പോൾ ചായക്ക് കടലയും ദോശയും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ കോഴികളിനെയൊക്കെ തുറന്നു വിടാൻ പോയി കേട്ടോ. കോഴികളെ തുറന്നു വിട്ടതിന് ശേഷം ഞാൻ അച്ഛനും സ്വത്തും അച്ചുട്ടിക്കും രാവിലെ ദോശ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അച്ഛൻ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് പോകണം. അപ്പോൾ സ്വത്തുവിൻ്റെ മുടി നന്നായി വളർന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടിക്കണം. അപ്പോൾ അച്ഛൻ്റെ കൂടെ വിട്ടാക്കണം വെച്ചിട്ടാണ്. അവർക്ക് 8 മണിക്കാണ് ബസ്. അച്ചുട്ടിക്കും 8:15 അവളുടെ സ്കൂൾ ബസ്. അപ്പോൾ അവർക്കുള്ള ദോശ മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. എനിക്കും വാവയ്ക്കുള്ള ദോശ ഇപ്പം ഉണ്ടാക്കണില്ല കേട്ടോ. പിന്നെ ഇത് കോറയാണ് കേട്ടോ. ഞാൻ രാവിലെ കുട്ടികൾക്ക് ചായ കൊടുക്കാറില്ല. ഈ കോറ ഇങ്ങനെ കാപ്പി പോലെ ഇങ്ങനെ കട്ടിയില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കേട്ടോ കൊടുക്കാറ്. കോറയിൽ പാലും വെള്ളവും പിന്നെ ശർക്കര ഇടും, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടില്ലേ അതിട്ടിട്ട് ഇങ്ങനെ കുറുക്കിയിട്ടാണ് അവർക്ക് ഓരോ കപ്പ് കൊടുക്കാറ് കേട്ടോ. 3 ആൾക്കും രാവിലെ. അതവർക്ക് സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കൊടുക്കും. പിന്നെ അച്ചുട്ടിൻ്റെ കുളിയും റെഡിയാവലൊക്കെ കഴിഞ്ഞ് വന്നു. അവൾ വിളക്കൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇത് അച്ചുട്ടീൻ്റെ ബുക്കുകളാണ് കേട്ടോ. സ്കൂളിൽ പോകാനായിട്ട് അവളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒക്കെ കവർ ചെയ്ത് ചട്ടയിട്ടിട്ട് വൃത്തിക്ക് അവൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതും കൊണ്ടാണ് കേട്ടോ അവൾ ഇപ്രാവശ്യം ചട്ടയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ബ്രൗൺ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ അവൾ ഇപ്രാവശ്യം പറഞ്ഞു, അമ്മ എനിക്ക് ബ്രൗൺ പേപ്പറും കൊണ്ട് ഇടണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ബുക്കിനൊരു കംപ്ലൈൻറ്റേ വരില്ല കേട്ടോ. ഒരു കേടോ കീറോ ഒന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാറ്. ഇപ്രാവശ്യം പിന്നെ അവളുടെ ബുക്കൊക്കെ അവൾ തന്നെയാണ് ചട്ടയിട്ടത്. അവളുടെ ബുക്കല്ല, അനിയന്മാരുടെ ബുക്കും എല്ലാം അവൾ തന്നെ ചട്ടയിട്ട്. എനിക്കിവിടെ അനിയത്തിയും ചേച്ചിയും പിന്നെ അവരുടെ കുട്ടികൾ, ഏട്ടൻ, അമ്മ, അച്ഛൻ എല്ലാവരും കൂടി ഉള്ള കാരണം കൊണ്ട് എനിക്ക് ആ ഭാഗത്തേക്ക് തിരിയാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് സ്വത്തുവിൻ്റെയും വാവീൻ്റെയും ബാഗാണ്. പ്രാവശ്യം അച്ചൂട്ടിക്ക് ബാഗ് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ, അനൂപേട്ടൻ്റെ അനിയൻ്റെ മോളാണ്. അവൾ ഇവളെ കൂട്ടാൻ വന്നിരിക്കുകയാണ്. ഇവർ രണ്ടാളും ഒരേ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലാണ് കേട്ടോ. പിന്നെ അവർ പോയി. ഞാൻ അങ്ങനെ നേരെ അടുക്കളയിൽ കയറി രാവിലത്തെ കറി വെച്ചതിൻ്റെ പാത്രങ്ങളും ദോശ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകാനും അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് കോരി വൃത്തിയാക്കി ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കോരി അടുക്കളയൊക്കെ വൃത്തിയായിട്ട് ഇട്ടു. എനിക്ക് വെച്ചാൽ അടുക്കള മുഷിഞ്ഞ് കിടക്കാനേ പാടില്ല കേട്ടോ. എനിക്ക് അടുക്കള മുഷിഞ്ഞ് കിടന്ന് എനിക്ക് അതിൻ്റെ ഒപ്പം ദേഷ്യം വരിക. കാരണം എനിക്ക് എപ്പോഴും അടുക്കള നീറ്റായിട്ട് തന്നെ കിടക്കണം. പിന്നെ അവിടെയൊക്കെ അടിച്ചു കോരി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോയി കുളിച്ചു വന്ന് ഒന്ന് തമ്പാട്ടി തൊഴുതിട്ട്. എനിക്ക് എന്നും കുളി കഴിഞ്ഞ് വന്ന് ഒന്ന് സാമി റൂം തുറന്നൊന്ന് ഗുരുവായൂരപ്പനെ കാണണം കേട്ടോ. എനിക്ക് എപ്പോഴും ഉള്ളതാണ്. മൂപ്പനെ കണ്ടാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് വെക്കാനായിട്ട് തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ പുറത്തെ അടുക്കളയിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. പുറത്തൊരടുപ്പാണ്. പുറത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണക്കച്ചകിരിയും പിന്നെ ഈ വിറക് വെട്ടിപ്പൊളിക്കുമ്പോഴുള്ള കുറേ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കത്തിക്കാൻ സുഖം നമുക്ക് പുറത്തടുപ്പാട്ടോ. പിന്നെ വേഗം ആവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്താട്ടോ കത്തിക്കുന്നത്. എനിക്ക് അമ്മ തൽക്കാലത്തേക്ക് ഒരു അടുപ്പ് പിടിച്ച് തന്നതാണ്. മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കത്തിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മുകളിൽ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വാവേനെ കുറച്ച് എഴുതിക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ.